ഇതിനകത്ത് ഹർഷ, അതായത് സമസ്ത വിമർശിച്ചിരിക്കുന്നു എന്നാണല്ലോ നമ്മൾ ഇതിലൊക്കെ വാർത്തകളിലൊക്കെ കാണുന്നത്. പക്ഷേ സമസ്തയിലെ ആഭിമുഖ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ സുന്നി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയും ഇതിനെ എതിർക്കുന്ന പരാമർശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയെ വന്നിട്ടുണ്ട്. ഇത് പാടില്ലായിരുന്നു, ഇത് സമസ്തയുടെ ആകെ അഭിപ്രായമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേ സംബന്ധിച്ചൊരു അഭിപ്രായം പറയുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അഭിപ്രായം വളരെ മോശമായിപ്പോയി ഈ ലേഖനം എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തോ മറ്റാണോ ലേഖനം എഴുതിയെന്ന് സംശയിക്കാവുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് കുറച്ച് നമ്മളെങ്ങനെയാണ് എതിർക്കുക എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പേടിക്കണ്ടില്ല, കാരണം ഇത് ആരാന്ന് ആർക്കും അറിയില്ല. സഞ്ജയൻ എന്ന പേരിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ അങ്ങേയറ്റം ബോറായിട്ടുള്ള ഒരു ലേഖനമാണിത്. അങ്ങേയറ്റം പിന്തിരിപ്പനായിട്ടുള്ള നിലപാടുകളാണ് അതിനകത്തുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഭാഷ വളരെ വളരെ കുട്ടികൾ എന്തു പറഞ്ഞാലും കുട്ടികളാണല്ലോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ അത്തരമൊരു കണ്ടൻറ്റിനെ, അത്തരമൊരു കുട്ടികൾ പ്രത്യക്ഷപ്പെടുന്ന റിയലായിട്ട് ഇപ്പോൾ സിയാൻ എന്ന് പറയുന്ന കുട്ടി ആ നാട്ടിലുണ്ട്, ഈ കുട്ടികളെല്ലാം ഉണ്ട്. അപ്പോൾ അവരവിടെ ഉണ്ടായിരിക്കെ അവരെ പരാമർശിക്കുന്നതിൽ ദുഷ്ടമായിട്ടുള്ള പദപ്രയോഗങ്ങളുള്ള ഒരു ലേഖനമായിട്ട് എനിക്ക് തോന്നി. അതായത് എന്താണ്, അരുത് സിയാനെ വിൽക്കരുത് എന്നെന്തൊരു പ്രകോപനകരമായ തലക്കെട്ടാണതെന്ന് ആലോചിച്ചു. ഒരു മത സംഘടന നടത്തുന്ന ഒരു ഭാര്യയ്ക്കകത്ത് വരേണ്ടുന്ന ഒരു തലക്കെട്ടാണ് അരുത് സിയാനെ വിൽക്കരുത് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യക്ഷാർത്ഥമല്ല ഈ എഴുതിയ ബുദ്ധിജീവി ഉദ്ദേശിച്ചതെങ്കിലും അതിനകത്ത് ഒരു കുട്ടി, ആ കുട്ടിയുടെ രക്ഷിതാക്കൾ, കുട്ടിയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരെല്ലാം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അരുത് സിയാനെ വിൽക്കരുത് എന്ന പ്രകോപനപരമായ ദുഷ്ടമായിട്ടുള്ള തലക്കെട്ട്. പിന്നെ എന്താണ്, മുതിർന്ന ഞങ്ങൾക്ക് ആർത്ത് ചിരിക്കാൻ നിൻ്റെ കുഞ്ഞുനാവിൽ നിന്ന് വലിയ വാക്കുകൾ പുറന്തള്ളരുത്. എന്താ ഇത്രമാത്രം ആർത്തി ചിരിക്കാനുള്ളത്? കുട്ടികൾ മുതിർന്ന ആളുകളെ പോലെ സംസാരിക്കുകയും മുതിർന്ന കുട്ടികളെ പോലെ വർത്തമാനം പറയുകയും അവർ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. അവർ ഈ ടി വിയിലൂടെയും ഫോണിലൂടെയൊക്കെ പല പല കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് മുതിർന്നവരുടെ ഭാഷയും വാക്കുകളൊക്കെ കുട്ടികൾ വരുന്നതിൽ ആർത്തി ചിരിക്കാൻ മാത്രം എന്താ ഉള്ളത്? ആർത്തി ചിരിക്കാൻ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരാം. പിന്നെ മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾ ചെയ്ത് കാണുമ്പോൾ ഒരു കാഴ്ച ബംഗ്ലാവ് കൗതുകം തോന്നുമെന്ന്, പക്ഷേ സുഹൃത്തുക്കളെ അത് അശ്ലീലമാണ് എന്ന്. ഇത് കുട്ടികൾ അവരുടെ ഒരു ക്യാമറയും തിരിച്ചു വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഈ കാര്യം അശ്ലീലമാണ് എന്നൊക്കെ അവർക്ക് ഒരു തരത്തിലും ഈ കുട്ടികൾ അർഹിക്കാത്ത അങ്ങേയറ്റം കനമുള്ള ദുഷ്ടമായിട്ടുള്ള ആരോപണങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ് ഈ മാസികക്കകത്തെ ലേഖനത്തിൽ. അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള തള്ളിപ്പറയേണ്ടുന്ന ഒരു ലേഖനമാണ്. അതിനകത്ത് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ചില പോയിന്റുകൾ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാൽ തന്നെയും ആദ്യ വരിയിൽ തന്നെ അതിനെ തള്ളിക്കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം ഹർഷ, അതായത് കുട്ടികൾ പിന്നെ ഈ മുതിർന്നവരുടെ വർത്തമാനം പറയുന്നു, മുതിർന്നവരുടെ ആക്റ്റുകളിൽ ഏർപ്പെടുന്നു. കുട്ടികൾ എന്ന് വെച്ചാൽ മുതിർന്നവരെ അനുകരിക്കുന്നവർ കൂടെയാണ്. കുട്ടികൾ വളരുന്നത് നമ്മളെല്ലാം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഏത് ആളുടെയും മനസ്സിലുണ്ടാവില്ലേ, നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു കടയിട്ട് കളിക്കും അല്ലേ? ഒരു ചെറിയ ഓല കൊണ്ടൊക്കെ അല്ലെങ്കിൽ മറ്റേ ഇതുകൊണ്ടൊക്കെ ഒരു കടയൊക്കെ ഇട്ടിട്ട് ചില പൈസയുള്ള കുട്ടികൾ റിയലായിട്ടുള്ള മുട്ടായി വാങ്ങിച്ച് വിൽക്കാൻ വേണ്ടി വെക്കും, കുപ്പികളിലാക്കിയിട്ട് സ്കൂൾ പൂട്ടിയാലൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ റിയൽ അല്ലാത്ത മുട്ടായികൾ വെച്ച് വിൽക്കുകയും മുതിർന്നവരെന്താണോ ചെയ്യുന്നത് അത് ചെയ്യുകയാണ് കുട്ടികൾ. ഇപ്പോൾ ഡോക്ടർമാരായിട്ട് കളിക്കും അല്ലേ, എഞ്ചിനീയർമാരായിട്ട് കളിക്കും. എന്ന് വെച്ചാൽ ആ മുതിർന്നവരുടെ പ്രൊഫഷൻസ്, മുതിർന്നവർ വർത്തമാനം പറയുന്ന നാടകം കളിക്കുക. ഇപ്പോൾ നാടകരംഗത്ത്, സിനിമാ രംഗത്തൊക്കെയുള്ള ആളുകളോടും അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകളോടും ചോദിച്ചാൽ അവരൊക്കെ ചെറുപ്പകാലത്ത് എവിടെയെങ്കിലും കണ്ട ഒരു നാടകമോ മറ്റോ അതുപോലെ ഒരു തുണിയെല്ലാം വലിച്ചു കെട്ടിയിട്ട് നാടക നടന്മാരായിട്ട് ഇങ്ങനെ അവർ തന്നെ അഭിനയിക്കുന്ന, മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് ആർത്ത് ചിരിക്കാൻ തോന്നുന്ന സംഭാഷണങ്ങളായിട്ട് അവർ ചെയ്യും. കുട്ടിക്കാലം എന്ന് വെച്ചാൽ മുതിർന്നവരെ അനുകരിക്കുന്ന കാലവും കൂടെയാണ്. പിന്നെ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഈ ചെയ്തതിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ശരിക്കും അങ്ങനെ നോക്കിയാൽ അതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ്. അപ്പോൾ ആദ്യത്തെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും ഈ പറയുന്നത്, എന്നോട് എൻ്റെ BJP കാരനായ സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞു, ഇവർ CPM ഇത് വളരെ മോശമാക്കി കളഞ്ഞു. കാരണം അതിൻ്റെ ആദ്യത്തെ വീഡിയോയിലുണ്ടായിരുന്നു നല്ല ഭംഗിയും ക്യൂട്ടായിട്ടുള്ള വീഡിയോ ആയിരുന്നു, വളരെ സ്വാഭാവികമായതുകൊണ്ട് അതിൻ്റെ രസമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇവരെല്ലാം ചെന്നിട്ട് അതിനെ ഇങ്ങനെ ചെയ്തുകൊണ്ട് മോശമാക്കി കളഞ്ഞു, അതിൻ്റെ സ്വാഭാവികത അങ്ങ് പോയി എന്ന് BJP കാരനായ സുഹൃത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് പോലും ആദ്യ വീഡിയോ വളരെ കൗതുകകരമായിട്ടും നിഷ്കളങ്കമായിട്ടും ക്യൂട്ടായിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു ഫീലായിട്ടാണ് വന്നത്. ഈ ചങ്ങാതിക്ക് അതുപോലും വന്നില്ല. ആദ്യ വീഡിയോയോട് തന്നെയാണ് ഇയാൾക്ക് എതിർപ്പുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്ന്, മുതിർന്നവരെ അനുകരിക്കുക. ഇപ്പോൾ എൻ്റെ പാർട്ടി ഓഫീസ് ഇതാണ് സെക്രട്ടറി എന്നൊക്കെ വലിയ വായിൽ വലിയ കാര്യങ്ങളാണ് കുട്ടികൾ പറയുന്നത്. അതാണല്ലോ അതിൻ്റെ കൗതുകം. പിന്നെ ഇത് ആദ്യമായിട്ടാണോ? എത്രയെത്ര വീഡിയോകൾ നമുക്ക് കാണാം ഇൻസ്റ്റാഗ്രാമിൽ. എത്രയെത്ര ചെറിയ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ക്യൂട്ടായിട്ടുള്ള സംഗതികൾ അമ്മമാരും അച്ഛന്മാരും അപ്ലോഡ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാമോ? അത് സംബന്ധിച്ചുള്ള ചർച്ച, കുട്ടികളെ ഇൻസ്റ്റാഗ്രാമിൽ എത്രത്തോളം വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാം എന്നതൊക്കെ സംബന്ധിച്ച് ലോകവ്യാപകമായിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് വേറെ കാര്യമാണ്. പക്ഷേ അത് എന്ന് വെച്ച് നടക്കുന്നില്ലേ? അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഈ കടയിട്ട് കളിക്കുകയും മറ്റും ചെയ്യുന്ന, മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിച്ചുകൊണ്ട് അവരവരുടേതായുള്ള കളി കളിക്കുകയും മറ്റും ചെയ്യുന്ന കുട്ടികൾ ഒരു ഭാഗത്ത്. രണ്ടാമത്തേത്, ഈ പറയുന്ന ആളുകൾ 4 ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ മുതിർന്ന മനുഷ്യർ അവരെ പോലെയല്ലേ കുട്ടികളെ വളർത്തുന്നത്.
മുതിർന്ന മനുഷ്യർ അവരവരുടെ ജാതി മതത്തിൻ്റെയും മറ്റുമൊക്കെ ആചാരങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുന്നു. കുട്ടികൾക്ക് വല്ല ആവശ്യമുണ്ടായിട്ടാണോ അവർ എന്തൊക്കെ ഇപ്പോൾ പിന്നെ ശ്രീകൃഷ്ണനും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്ന വേഷമിടുന്ന കുട്ടികളുണ്ട്. സന്തോഷമല്ലേ അത്? വീട്ടുകാർക്ക് സന്തോഷമല്ലേ? ഇപ്പോൾ ബാലഗോകുലം പോലുള്ള പരിപാടികളൊക്കെ നടക്കും, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഖുറാൻ 3-ാം വയസ്സിൽ പാരായണം അല്ല 5-ാം വയസ്സിൽ പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് സമ്മാനം മേടിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ കുട്ടികളുടെ താല്പര്യം കൊണ്ടാണോ? ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ പാടുകയും അതുമട്ടിൽ യേശുവിനെയും മറ്റുമൊക്കെ അഭിനയിച്ച് സ്കൂളുകളിലും മറ്റും കാണിക്കുന്ന ആളുകളുണ്ട്. മതം മാത്രമല്ല, മതത്തിനപ്പുറത്തും മറ്റുമൊക്കെയുള്ള പലതരത്തിൽ അതെല്ലാം മുതിർന്നവരുടെ കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ ഓണാഘോഷ പരിപാടികൾ എല്ലായിടത്തും നടക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങളെ സ്കൂളുകാർ പറയുന്ന ഈ തീമിൽ ഇത്തവണ ഡ്രസ്സാവാം എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആ ഡ്രസ്സിൽ കൊണ്ടുപോയിട്ട് അവിടെ അവതരിപ്പിക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ അമ്മമാരും അച്ഛന്മാരും. സ്വാതന്ത്ര്യദിനം കഴിഞ്ഞു, ജവഹർലാൽ നെഹ്റുവായിട്ടും മഹാത്മാഗാന്ധിയായിട്ടും ഒക്കെ വേഷം ഇട്ടിട്ട് പോകുന്നില്ലേ കുട്ടികൾ? ഇതൊക്കെ കുട്ടികൾക്ക് താല്പര്യമുള്ളതാണോ? കുട്ടികൾക്ക് അറിയുന്ന ലോകത്തെയാണ് അവർ ആവിഷ്കരിക്കുന്നത്. ഓരോ ആളുകളും അവരവരുടെ ഡിക്റ്റോകളായിട്ട് തങ്ങളുടെ പ്രതിരൂപങ്ങളായിട്ട് കുട്ടികൾ വളർത്തുന്നു. ഇതൊക്കെ ഈ ലോകത്ത് സ്വാഭാവികമല്ലേ ഹർഷ? സംബന്ധിച്ച് ബൗദ്ധികമായിട്ടുള്ള ചർച്ചയൊക്കെ നടത്താം, പക്ഷേ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഈ ആദ്യ വീഡിയോയിൽ മറ്റാരെങ്കിലുമാണിത് ചെയ്യുന്നത് എന്ന് പോലും നമുക്ക് തോന്നില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തോന്ന് നമുക്കറിയില്ല. പക്ഷേ ആദ്യ വീഡിയോയിൽ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഇയാൾ പറയുന്നത്. ഇയാളെന്ന് പറയുന്നതല്ല, ഈ കുട്ടി പറയുന്നത് അവിടെ ഇങ്ങനെ സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ടാണ് പറയുന്നത് അത് ഞങ്ങളുടെ സെക്രട്ടറി എന്ന്. എന്തൊരു ക്യൂട്ടായിട്ടുള്ള വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുന്നത് എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞാൽ അശ്ലീലമാണ്. ആർത്ത് ചിരിക്കാൻ തോന്നിയാണ് ഇയാളെ വല്ല ശിക്ഷണത്തിന് വിധേയമാക്കുകയാണ്. ഇത് എഴുതിയ ആളുകൾ എന്തെങ്കിലും ഒരു ശിക്ഷണത്തിന് വിധേയമാക്കുകയാണ് സത്യത്തിൽ റിസാലയും അവരും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുതിർന്നവരെ പോലെ ഇതിനകത്തുള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ. അതായത് ഇയാൾക്ക് ഇഷ്ടപ്പെടാത്തത് ഇയാളുടെ ഇപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ പലതരത്തിലും പല ആളുകളും നിന്ദ്യമായിട്ട് പ്രയോഗിക്കുന്ന വാദമുകളെന്ന് ഓർക്കണം. അത് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇതിനെ എതിർത്ത ഒരു ആൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ മതപരമായിട്ടുള്ള പഠനത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്നതിനെ എതിർക്കുന്ന ഈ ഇതര മത തീവ്രവാദികളുണ്ടല്ലോ, അവർ പറയുന്ന അതേ പോയിൻ്റാണ് കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള അതേ പോയിൻ്റാണ് ഇയാൾ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് പെട്ടെന്ന് ഇയാൾ ശരിക്കും ഈ റിസാലയിൽ ലേഖനം എഴുതി കണ്ടപ്പോൾ നമ്മളെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഇത് ബാർബർ ഷോപ്പാണെന്ന് കയറി ഹോട്ടലിൽ കയറുമോ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും മാറിപ്പോയ ഒരാളെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കും സ്വന്തം കുട്ടികളെ സ്വന്തം ആശയങ്ങൾക്കും സന്തോഷങ്ങൾക്കും അനുസരിച്ച് വളർത്താനുള്ള അവകാശം ഇവിടെ ജനാധിപത്യപരമായിട്ടുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ അങ്ങേറ്റം നിഷേധിക്കുന്ന കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2-3 വീഡിയോകൾ ആ കുട്ടികളുമായിട്ട് വന്നല്ലോ. അപ്പോൾ കുട്ടികൾക്ക് അതിനകത്തൊരു ധാരണയുണ്ട്. കുട്ടികളോട് രക്ഷിതാക്കളോ മുതിർന്ന ആളുകളോ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് അതിൻ്റെ അത്ര ഉറപ്പുണ്ട്. ആ ഉറപ്പിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ മതപരമായിട്ടുള്ള പഠനം നടത്തുന്ന ആളുകൾ ഏത് മതത്തിൽപ്പെട്ടോ ആയിക്കോട്ടെ ആ കുട്ടികളെ നിഷേധിക്കേണ്ടതായിട്ട് വരില്ലേ? ഈ കുട്ടി അവരുടെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയമായിട്ട് ഞാനിത് സഖാവാണ് എന്ന്. എന്തുകൊണ്ടാണത് വരുന്നതെന്നൊന്നും കൂടെ ഹർഷൻ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണത് വരുന്നത്? ഈ കുട്ടിക്ക് 8 വയസ്സാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 5 വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ട് പിന്നാലെയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ? തെരഞ്ഞെടുപ്പ് നടന്നതിന് തൊട്ട് പിന്നാലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ കുഞ്ഞിന് 3 വയസ്സേ ഉള്ളൂ. 5 വർഷം കടന്നു. 5 വർഷം കഴിഞ്ഞ് 8 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തെ കുറെ കൂടെ ബാല്യ കൗതുകങ്ങളാൽ കാണുന്നൊരു പ്രായമാണല്ലോ. ആ പ്രായത്തിൽ ഈ കുട്ടികൾക്ക് മുന്നിൽ ഒരു വലിയ മെഗാ ഇൻസിഡൻറ്റ്, ഒരു സംഭവം അങ്ങോട്ട് കഴിഞ്ഞു. എന്താണ്? തെരഞ്ഞെടുപ്പ്. അവിടെ ചുവന്ന കൊടികൾ, കോൺഗ്രസിൻ്റെ കൊടികൾ, BJPയുടെ കൊടികൾ, വലിയ ഓളം, ടി വിയിൽ അത് എല്ലായിടത്തും ചർച്ച ചെയ്ത് പിണറായി വിജയനെ കാണാം, VD സതീശനെ കാണാം. ഇതാണ് ഈ കുട്ടി കാണുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അവർക്കിത് അതിനോടൊരു താതാത്മ്യം വരികയാണ് അല്ലേ? അങ്ങനെയല്ലേ ഈ കുട്ടികൾ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ കാര്യങ്ങളെ സെൻസ് ചെയ്ത് തുടങ്ങിയ പ്രായത്തിൽ വരുന്ന ആദ്യത്തെ മെഗാ സംഗതിയാണ് ഇലക്ഷൻ. ഈ പ്രായത്തിൽ സഖാവായതുകൊണ്ട് അയാൾ എല്ലാ പ്രായത്തിലും സഖാവായിരിക്കാനൊന്നും സാധ്യതയില്ലല്ലോ. അല്ല, അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. മനുഷ്യൻ എന്തൊക്കെ മാറാം? മതപഠനം നടത്തിയിട്ട് വരുന്ന ആളുകൾ മതവിരോധികളായിട്ട് മാറുന്നു. മതവിരോധികളായിട്ട് തുടങ്ങുന്ന ആളുകൾ വലിയ മതത്തിൻ്റെ വിശ്വാസികളായിട്ട് മാറുന്നു. വലിയ SFIക്കാരനായിട്ട് കണ്ട അബ്ദുള്ള കുട്ടി BJPക്കാരനായിട്ട് മാറിയിരിക്കുന്നു. ലോകം മനുഷ്യർ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവർക്ക് തോന്നുന്ന സ്ഥലത്തേക്ക് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ ഇതിനകത്ത് ആകെത്തുകയിൽ നമ്മൾ എടുത്താൽ എന്താ കാണുക? ഒരു നിഷ്കളങ്കമായിട്ടുള്ള സംഗതിയുണ്ട്. തോറ്റുപോയ സംഘമാണല്ലോ CPM. തോറ്റുപോയ സംഘത്തിന് ഇപ്പോഴും ചെറിയ കുട്ടികൾക്കകത്ത് പോലും ഞങ്ങളുടെ ആളുകളുണ്ട് എന്ന് അവർക്ക് സന്തോഷിക്കാനൊരു കാരണമായി CPMന്. അവരാകെ ക്ഷീണിച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം കൂടെ ഞങ്ങൾ ഇത്രയും ധൈര്യത്തോടുകൂടി ഇത്രയും നന്നായിട്ട് നിൽക്കുന്ന, ഞങ്ങളെ അഭിനയിപ്പിക്കുന്ന, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, കുട്ടികളുണ്ട് എന്ന് വളരെ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം വന്നു. പിണറായി വിജയൻ എന്ന ID ഒരിക്കൽ പോലും ഒരു സ്ഥലത്ത് കമൻറ്റ് ചെയ്തിട്ടില്ല.
ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്തു. മുഹമ്മദ് റിയാസ് വന്നു, CPM-കാർ മൊത്തത്തിൽ വളരെ സന്തോഷത്തിലായി. ഇത് ആകെപ്പാടെ അങ്ങ് പരന്നു. അപ്പോൾ ഈ എഴുതിയ ആൾക്ക് മാത്രം ഭയങ്കര പ്രശ്നമായി. അത് രാഷ്ട്രീയ പ്രശ്നമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സഞ്ജയൻ CPM വിരോധിയായുള്ളൊരു സഞ്ജയനാണ്. അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷേ CPM വിരോധം ആ നിലക്ക് ലേഖനമായിട്ട് എഴുതുക എന്നല്ലാതെ ഇത് വലിയ തത്വം പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ലേഖനം എഴുതിയിരിക്കുകയാണ്. ഇങ്ങനെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, ഷെയറിൻറ്റിങ് എന്ന് കേട്ടിട്ടില്ലേ, നിങ്ങളെല്ലാവരും കൂടെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളെ കണ്ടെത്താനുള്ള ശേഷി, അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ വിരോധത്തിൽ, ഇത് തന്നെയാണ് മതപരമായ വിരോധത്തിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തുന്നത് നല്ല നിലക്കാണെന്ന് എനിക്ക് തോന്നുകയും അപ്പുറത്തെ വീട്ടിലുള്ള ആൾ കുട്ടിയെ വളർത്തുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നതും വേറെ അത് 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 ആ നിലക്ക് അവർ പരിഹരിച്ച് പോകേണ്ടുന്ന കാര്യമാണ്. ചിലപ്പോൾ ആളുകൾ കോൺഗ്രസ്സുകാരെ പോലെ നമ്മുടെ എത്രയെത്ര നേതാക്കളുടെ ചെറുപ്പകാലത്തുള്ള ഫോട്ടോ, കുഞ്ഞു നാളുകളുടെ ഫോട്ടോ ഉണ്ട്, ജവഹർലാൽ നെഹ്റുവിനെയും ഗാന്ധിജിയെയും പോലെയൊക്കെ ആക്ട് ചെയ്യുന്നതായിട്ട് ഇല്ലേ? അതങ്ങനെ എത്രയോ കുട്ടികളുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന എത്രയോ പ്രധാനപ്പെട്ട നേതാക്കളുടെ കുട്ടിക്കാല ഫോട്ടോകൾ എടുത്താൽ അവർ സ്കൂളിൽ ശിശുദിനത്തിനോ മറ്റോ ഇവിടെ പനിനീർ പൂവും വെച്ച് ജവഹർലാൽ നെഹ്റുവിനെ പോലെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് അവരുടേതായിട്ടുള്ളൊരു ആവിഷ്കാരം നടത്തി. അവർ അവിടെ സന്തോഷത്തോടെ ഞങ്ങളുടെ പാർട്ടി ഇന്നതാണെന്ന് അവർ തീരുമാനിക്കുകയും ആ പാർട്ടിയുടെ സെക്രട്ടറി ഇന്നയാളാണ്, പ്രസിഡന്റ് ഞാനാണ്, ഈ ഇരിക്കുന്ന ആളാണ് ഖജാൻജി എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്ത് അവർ അവരുടേതായിട്ടുള്ളൊരു ആവിഷ്കാരം നടത്തി. ആ ആവിഷ്കാരത്തെ ഇങ്ങനെ നിന്ദ്യമായിട്ടും ക്രൂരമായിട്ടും ദുഷ്ടമായിട്ടും വെച്ചിരിക്കുകയാണ്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തിനാണ് ഹർഷ അങ്ങനെ ചെയ്തത്? അതായത് അതിനകത്താണ് ഈ ക്രൂരത ഭയങ്കരമായിട്ടുള്ളത്. അതായത് സമസ്തയുടെ ഈ പറയുന്ന പുസ്തകത്തിനകത്ത്, റിസാലക്കകത്ത് ഈ ലേഖനം എഴുതുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഒരു റിയലായിട്ട് ഉള്ളൊരാളാണല്ലോ ഈ കുട്ടികൾ. പിന്നെ അവരുടെ രക്ഷിതാക്കളും ആ നാട്ടിലുള്ളത്. അവർക്ക് മേൽ മതപരമായിട്ടുള്ള ബോധ്യങ്ങളുടെ ഒരു സമ്മർദ്ദത്തെ, ഭാരത്തെ എടുത്ത് വെച്ചു കൊടുക്കാനാണ് യഥാർത്ഥ ഇയാൾ ശ്രമിച്ചത്. ഈ കുട്ടി ഇനി ഇത് പറയരുത്, ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ CPM-കാരാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് കൊണ്ടുവന്ന് നിർത്തരുത് എന്ന രാഷ്ട്രീയമായിട്ടുള്ള ചിന്തയാണ് ഉണ്ടായിരുന്നത്. ആ രാഷ്ട്രീയ ചിന്ത അങ്ങനെ ആളുകൾക്ക് വിചാരിക്കാം, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്നൊക്കെ ചോദിക്കാം അവിടെ ചെന്നിട്ട്. പക്ഷേ ഇത് സമസ്ത പോലെയുള്ളൊരു മതപണ്ഡിത സംഘത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഇതിനെ സമസ്തക്ക് നിഷേധിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനകത്തുള്ള മതപണ്ഡിതർക്കല്ല ഇയാൾ മുദ്രാക്കം വിളിച്ച് നടന്നോട്ടെ ഈ കുട്ടി എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് മേലൊരു ഭാരം വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പിന്നെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ, യഥാർത്ഥത്തിൽ സമസ്തയുടെ രാഷ്ട്രീയത്തോടൊന്നും താല്പര്യമില്ലാത്ത മറ്റാരോ അതിനകത്ത് ഈ പേരിൽ എഴുതിയിട്ട് പ്രിൻ്റ് ചെയ്താണോ എന്ന് പോലും ഞാൻ വ്യക്തമായിട്ടും എനിക്ക് അങ്ങനെ ഇത് വേണമെങ്കിൽ അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരുപക്ഷെ ആരാണിത് എഴുതിയത്. നമ്മൾ ആ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പല പേരുകളും അന്തരീക്ഷത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമില്ല ഇത് ശരിക്കും ഈ സമസ്തയെ തന്നെയും കുഴപ്പത്തിലാക്കാൻ ഇങ്ങനെയുള്ള ചില ദുഷ്ടമായിട്ടുള്ള ചില മുൻവിധികൾ വെച്ചിട്ട് എഴുതിയ ലേഖനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഇതൊരു ചർച്ചാ വിഷയമായിട്ട് വെക്കുകയാണെങ്കിൽ അശ്ലീലമാണ്, ആർത്ത് ചിരിക്കുന്നു. ഒരു കുഞ്ഞ് 8 വയസ്സുകാരനൊരു വർത്തമാനം പറഞ്ഞിട്ട് ആർത്ത് ചിരിക്കുകയാണ് അത്രേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ, ഇത്തരം സന്ദർഭങ്ങളാണ് കുട്ടികളെ വീണ്ടും അവർക്കെന്ത് പേടിക്കാനാണ്? കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള ആളുകൾ. അവർക്കെന്ത് പേടിക്കാനാണ്? അവർ ഒരു തമാശ കളിച്ചു, ഞങ്ങളിങ്ങനെയാണെന്ന് പറഞ്ഞു, പക്ഷേ അതിനിങ്ങനെ എതിർക്കുന്നതോട് കൂടിയിട്ട് അവരുടെ പേജൊക്കെ എടുത്ത് കളഞ്ഞു. അത് വലിയ വാർത്തയായി. സ്വാഭാവികമായിട്ട് അവർ ഇനിയായിരിക്കും ഒരുപക്ഷെ ഈ മട്ടിലുള്ള സംഗതികൾ ഭാഗത്ത് നിന്ന് വരുമ്പോഴായിരിക്കും അവർ കൂടുതൽ ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളിലേക്കും ഉണർവുകളിലേക്കും വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്.